ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എർലിംഗ് ഹോളണ്ടിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു പാക്ക് വന്നതാണ്, ഞാൻ വെറുതെ തുറന്നു. വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. നമ്മൾ ക്ലബ്ബ് കാണിച്ചു തരാം കേട്ടോ. 90 റേറ്റിംഗ് അടക്കമുള്ള എർലിംഗ് ഹോളണ്ട് ഉണ്ട്. പിന്നെ 91 ഈ പ്ലെയറുണ്ട്. 91 ഗൈസ്, 83 അല്ല. ഡീപൂൾ ഉണ്ട്. പിന്നെ പ്ലെയേഴ്സൊക്കെയാണ് ഗ്രീലിഷ് ആയിക്കൊണ്ട്. പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഗ്രീലിഷ് ഉണ്ട്, പിന്നെ സിദാനുണ്ട്, കാരിപ്പൽവേ ഉണ്ട്, ഐറ്റൺ ഉണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, സ്കൂൾ ഫ്രണ്ടാണ്, അർജൻറ്റീനത്തെ അല്ലെങ്കിൽ പോർച്ചുഗലത്തെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ എടുക്കുമെന്ന്. ഞാൻ എടുക്കാൻ പോകണം കേട്ടോ. അങ്ങനെ പൊസിഷൻ റാങ്ക് ടീമിൽ പോവാം. ക്ലബ് അല്ലാലോ. ഓക്കെ, ക്ലബ്ബ് മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ മറ്റേ അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരെങ്കിലും എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരെങ്കിലും എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ടീമും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. സ്റ്റോറിയാണ് 75ൻ്റെ ഏറ്റവും അടിപൊളി പ്ലെയർ ഉള്ളത്. സച്ചിൻ സുരേഷ് അവിടെ 50 അതല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. പൊളിയാണ് കേട്ടോ സച്ചിൻ സുരേഷ്. നമുക്ക് ലൂണേനെടുത്താലോ. ലെസ്കോവിച്ച്, പ്രീതം കോട്ടാരുണ്ട്, പെപ്രയുണ്ട്, ഫാമി പെപ്ര, സക്കായി സുഗി സക്കായി ഉണ്ട് കേട്ടോ. ജേക്സൺ സിംഗ് അത്ര ഇതൊന്നുമില്ല. സ്റ്റോറിയോൻ്റെ ഈ ഒരു കാർഡാണ് നമുക്ക് സ്റ്റോറിയോൻ്റെ ആയിട്ടുള്ളത്. ഇവരെ പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൂണേനെയും കൂടെ പർച്ചേസ് ചെയ്യാം കേട്ടോ. കിടക്കട്ടെ അവിടെ. വാച്ച് ലിസ്റ്റിൽ പോവാം. മൈ കൂട്ടേഴ്സ് ലൂണ ആൻഡ് സ്റ്റോറിയോ. നമുക്ക് സ്റ്റോറിയോനൊന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അവനെ വിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിഞ്ഞില്ല. നമുക്കൊന്ന് നോക്കിയോ കടന്നു. പ്ലെയേഴ്സ് 60ൻ്റെയിലേക്കാണ് സ്റ്റോറിയോ ഉള്ളത്. സ്റ്റോറി ഉണ്ടായ കൊള്ളേന്ന്. ഇതാ ഗൈസ്, കിട്ടിപ്പോയിരിക്കുന്നു സ്റ്റോയിറോ. മാറി നിൽക്കണം അല്ലേ. സ്റ്റോയിറോനെ ഞാൻ കാണിച്ചു മിസ്റ്റർ സ്റ്റോയിറോ. സ്റ്റോയിറോ നമുക്ക് വിളിച്ചായിട്ടോ. അവൻ്റെ ശരിക്കുള്ള പേര് സോറ്റീറിയോ എന്നാണ്. നമുക്ക് സ്റ്റോറിയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ അവരൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും 2 മാച്ചൊക്കെ കളിച്ചിട്ട് വരാം. അപ്പോഴേക്കും അവരൊക്കെ കിട്ടുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഓക്കെ, പ്ലേയിൽ പോവാം. ഒരു കാര്യം വാങ്ങാൻ മറന്നുപോയി. മൈസ്ട്രി സിംഗിങ്സിൽ പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫുട്ബോളിനൊക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു മൈസ്ട്രി സിംഗിങ്സിൽ കിട്ടി. ഇതൊക്കെ മതി, ആളേതാ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇതൊന്നും വേണ്ട. ഇവനെ കിട്ടണമെങ്കിൽ ഇപ്പം എന്താ 3 ഡേയ്സോ? ചേട്ടാ, ഞാൻ വിചാരിച്ച് ഇതിലിഷ്ടമുള്ള ആരെങ്കിലും എടുക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഫോനേനെ പോയി എടുത്തു വെച്ച്. ചേട്ടാ, എനിക്ക് മറ്റോനെടുത്ത് തരുന്നു. എനിക്ക് റേറ്റിംഗ് കൂടുതലാണ്. ഏതായാലും എനിക്ക് പ്രശ്നമില്ല. നമുക്ക് ഡീപൂളിനെ മാറ്റണം. ടാറ്റാ ബൈ ബൈ ഡീപൂളിനെ നമ്മൾ മാറ്റാൻ പോവാണ് ഗൈസ്. ഡീപൂൾ അടിപൊളി കളിയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, ഡീപൂൾ പോളി പ്ലേയേഴ്സൊക്കെയാണ് ടീമിൽ വരുന്നത്. അപ്പോൾ എന്ത് പറയാനാണ്, ഡീപൂളിനെ മാറ്റരുത്. നമുക്ക് ഇവനെ മാറ്റണം ഗൈസ്. പിന്നെ നമുക്ക് 80ൻ്റെ പ്ലേയേഴ്സ് മാത്രമേ നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ടിലുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. OVR ഇതുവരെ കൂടിയിട്ടില്ല. റേറ്റിംഗ് നമ്മൾ ക്ലബിനും കൂടിയിട്ടില്ല. മാർക്കറ്റ് ഓക്കെ ഗൈസ്, നമുക്ക് ഇവരെ രണ്ടാളും കിട്ടിയിട്ടുണ്ട്.
ക്ലെയിം പ്ലെയർ സ്റ്റോയിറോ സ്റ്റോയിറോ സ്റ്റോറിയോ സ്റ്റോറിയോ നമുക്ക് സ്റ്റോറിയോനെ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ സ്റ്റോറിയോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവനെ മാറ്റേണ്ടതാണ്. ഇവനെ മാറ്റിയിട്ട് ഏതായാലും അവനെ വെക്കുക. സ്റ്റോയിറോ ലെറ്റ്സ് കം വിത്ത് മീ. ഇത് ഉയർന്നൊന്നും ഒരു പ്രശ്നവുമില്ല, കണ്ടില്ലേ? രണ്ടും പൊളി റേറ്റിംഗുള്ള പ്ലേയേഴ്സാണ്. നമുക്കിനി പ്ലീസ് ലൂണാനൊന്നും കൂടെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കെടുത്ത് ഓനെയും കൂടെ വെക്കായിരുന്നു. കൊയ്മാനോ നമുക്കൊരു മാച്ച് കളിച്ചിട്ട് വരാം. പ്ലീസ് ഒന്ന് വേഗം തരുമോ? നമ്മൾ ഡെയിലി സ്റ്റോറിൽ കയറാൻ മറന്നു. ഒരിക്കലും മറക്കാറില്ലായിരുന്നു സ്റ്റോറിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം മറന്നുപോയി. സാറില്ലായിരുന്നു. ഫ്രീ പാക്ക് നമ്മൾ സ്റ്റോറിൽ കയറി ആദ്യം നമ്മൾ നോക്കുക ഫ്രീ പാക്കാണ്. പറഞ്ഞില്ലേ ഇതുപോലത്തെ നല്ല പ്ലേസിനൊക്കെ കിട്ടും ഫ്രീ പാക്കിൽ. സ്റ്റോറിനെക്കാട്ടും പൊളിയാണ്. ഡെയിലി ക്വസ്റ്റിൽ പോയാലാണ് കിട്ടുക കസ്റ്റമർ. ഓക്കെ, നമുക്ക് ഇനിയും ഉണ്ട് ഗൈസ് കിട്ടാൻ. 50 കിട്ടിയിട്ട് ഇപ്പം ഞാനെന്താക്കാനാ പൊന്നെ. നമുക്കിനി നമുക്ക് ചാമ്പ്യൻസ് ലീഗിലല്ല കാണിച്ചാൽ ലൂണനെ കിട്ടുന്നവരെ. സോറി ഗൈസ്, ഞാൻ പറഞ്ഞു നമുക്ക് മാനേജർ മൂഡ് കളിക്കാം ഗൈസ്. ഇപ്പോൾ നമുക്ക് മാനേജർ മൂഡും കാര്യങ്ങളൊക്കെ കളിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ വെറുതെ മാനേജർ മൂഡ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കമൻറ്റ് ചെയ്യും മാനേജർ മൂഡ് കളിക്കാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ വേറൊരു വീഡിയോൻ്റെ താഴെ ഇവനല്ലേ നമ്മളോട് ഇന്നലെ കളിക്കാൻ വന്നേ. എൻ്റെ പൊന്നെ മോനെ, ഇവന് നമ്മളോട് തന്നെ വരത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. മാരിയോട് എനിക്ക് എന്തിൻ്റെ കേടാണോ? വേഗം കളിക്കുന്നത് ഗൈസ്. ഈ മാനേജർ മൂഡിൻ്റെ പ്രത്യേകത ഇത് നമ്മളല്ല കളിക്കേണ്ടത്. ഇത് നമ്മളല്ല കളിക്കേണ്ടത്, ഓല് കളിച്ചോളം നമ്മൾ നോക്കുക ചെയ്യേണ്ടത്. ഓക്കെ, അറ്റാക്കിങ് വേണ്ട, നമുക്ക് കൗണ്ടർ അറ്റാക്സ് മതി കേട്ടോ. അപ്ലൈ കൗണ്ടർ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അറ്റാക്സിൻ്റെ പൊടി പൂരെ ഇരിക്കും ഗൈസ്. ജെൻസൺ ഇവർ മാനേജർ മൂഡിൽ പ്രോയാണാവോ? ഗോൾ കീപ്പർ. ഇനി കൗണ്ടർ അറ്റാക്ക് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കാണാവുന്നതാണ്. റൊണാൾഡീനിയോ, മസ്റ്റേനോ. കൗണ്ടർ അറ്റാക്ക് അത് ഞാൻ പറഞ്ഞില്ലേ. കൗണ്ടർ പാസസ് സച്ച് വാപ്പ്. ലെമാറിൻ്റെ അടുത്തു നിന്നൊക്കെ ബോൾ എടുക്കാൻ ഡിഫൻഡ് മതി, കൗണ്ടർ അറ്റാക്ക് ഒന്നും വേണ്ട. അപ്പോൾ തൽക്കാലം കൺട്രോൾ മതിയായി. കൺട്രോൾ മതി. കണ്ടിന്യൂ. കൺട്രോൾ ബസ്. ഓനടിച്ച് എന്തും വക അടിച്ച്. ഇനി നമ്മൾ എടുക്കാൻ പോവാണ് നമ്മളെ പ്ലെയറിനെ നമ്മൾ എടുക്കാൻ പോവാണ്. യെസ് സ്റ്റോയിറോ. ടാൻ 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 ടടാൻ ടാൻ 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 ടടാൻ ടാൻ 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 ടടാൻ ടാൻ 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 ടടാൻ ടാൻ. ഏറ്റവും പൊളി കളി ഇവൻ കളിക്കുന്നില്ല കേട്ടോ. സ്റ്റോയിറോ. ഇനി നമ്മളെ സൂപ്പർ ഹീറോ കളിക്കാൻ എത്തുകയാണ് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിതാ ആഫ്രിക്കയില്ല സോറി, ഏതായിരുന്നു എൻ്റെ കൺട്രി? ഞാൻ എടുത്ത കൺട്രി ഇന്ത്യയിൽ കളിക്കാനായി എത്തുന്നു സ്റ്റോയിറോ. ഓസ്ട്രേലിയയുടെ പ്ലെയറാണ് എന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയത്തെയാണോ ന്യൂസിലൻഡത്തെയാണോ ഗൈസ്? ഹാഫ് ടൈം കഴിഞ്ഞ് ഇവർ മിക്കവാറും നമുക്ക് അറ്റാക്കിങ് തന്നെ മതി കേട്ടോ.
നമുക്ക് അറ്റാക്കിങ് തന്നെ മതി, അതാണ് നല്ലത്. അറ്റാക്കിങ് തന്നെ മതി ഗൈസ്. ഇനി 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 നമ്മൾ കാണാൻ പോകുന്നത് വേറെ സൈസ് കളിയായിരിക്കും. ഇനി ഇവൻ്റെ ഒരു ഉണ്ടയും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോയിറോയുടെ നല്ലൊരു ഡിഫെൻസീവ് പാസുമായി സ്റ്റോയിറോ കാരനാണ് ഇതൊക്കെ നടന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ സ്റ്റോയിറോ കാരനാണ് ഇതൊക്കെ നടന്നത്. ഫൊഫാനേൻ്റെ പുതിയൊരു അസിസ്റ്റ് ഗൈസ്. ആദ്യത്തെ കളിക്കാൻ വന്ന് അസിസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പോളണ്ടൊന്നും എന്താ കളിക്കാത്തത്? സ്റ്റോയിറോന് മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ. സ്റ്റോയിറോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഓരൊരു പൊളി പ്ലെയറാണ്. ഇനി നമ്മളെ ഏതാണെന്ന് നോക്കണ്ട. സ്റ്റോയിറോ. ഈ റൊണാൾഡീനെ ആർക്കാണ് പാസ് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കൗണ്ടർ അറ്റാക്കിലും അങ്ങനെ തന്നെയാണ് പാസ് ഗൈസ്. പെഡ്രോസ നമ്മളെ ടീമിൻ്റെ ഇപ്പം ഫോർലാനല്ല ടാക്ലിംഗ് കിങ്, പെഡ്രോസയാണ് നേരത്തെ കളിക്കും. ഫോർലാൻ 2 goals ഗൈസ്, 2 goals ഗൈസ്. സീരിയസ് നോക്കി, അത് ആര് അസിസ്റ്റാണ്? ലൈക്ക് ഹോളണ്ടിൻ്റെ അസിസ്റ്റാണ്. അത് നേരെ ഫോർലാൻഡിന് കൊടുത്താൽ ഫൊഫോനൻ്റെ 2 അസിസ്റ്റാവുന്നു. കുഴപ്പമില്ല. കളി 2-1. മരിയോൻ ആദ്യം ഗോളടിച്ചിട്ട് കേരളാസിസിനെ പോലെ ഒഡീഷേനോട് ആദ്യം ഗോൾ വലിയ സെലിബ്രേഷനൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊളി പ്ലേയേഴ്സൊക്കെ കളിക്കാൻ തുടങ്ങി പറയാം. സ്റ്റോയിർ ഒന്ന് ഓടി വന്ന് രക്ഷിക്കുക നമ്മളെ ടീമിനെ. പോയി അറ്റാക്കിങ് ഇട്ടോടെ 2 ഗോൾ അടിച്ച് ഗൈസ്. ബെറ്റർ അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിങ് ഡിഫെൻസും അറ്റാക്കിങ്ങും ചെയ്യുന്നുണ്ട്. വേണ്ട സിദ്ധാം വേണ്ട ഗൈസ്. മുള്ളറാണ് പൊളിക്കളി മാനേജർ മൂഡിൽ. നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞൂടാ. ഫൊഫാന വാട്ട് ആർ ഡൂയിങ്? ഓക്കെ, റൊണാൾഡീനോ ഒരു ഒടുക്കത്തെ പാസ് വേണ്ടപ്പോ എൻ്റെ പ്ലീസ്. അപ്പം ത്രോ ആക്കല്ലേ കൊണ്ടുപോയിട്ട് സ്റ്റോയിറോ. ഗോളാവുകയാണെങ്കിൽ അത് അസിസ്റ്റ് ബൈ സ്റ്റോയിർ. സീരിയസ്ലി ഗോൾ റൊണാൾഡീനിയോ പെനാൽറ്റി ഗൈസ്. സീരിയസ് ഞാൻ വിചാരിച്ചു ഞാൻ അടിക്കണ്ടേന്ന്, പക്ഷേ ഞാനല്ലല്ലോ. സീരിയസ് നോക്കി ആ ഒരു ഗോൾ കീപ്പർ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ ചാടി, റൊണാൾഡോ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ അടിക്കുകയും ചെയ്ത്. ഞാൻ വിചാരിച്ച് നടക്കിയൊക്കെ അടിക്കുകയാണ്, ഗോൾ ചാടി അതിന് മുമ്പേ. എന്നിട്ട് ഇനി ഓൾക്ക് രക്ഷയില്ല. 90 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി ലൂണാനൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കളി കളിക്കായിരുന്നു. ലൂണാനൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് മോനെ കളിയൊക്കെ കളിക്കും. മാനേജർ മൂഡിൽ ഗൈസ് നമ്മൾ ആദ്യത്തെ ഗോൾ ജെൻസൺ ഇട്ടു, ബാക്കിയുള്ള 3 ഗോൾ ഗൈസ്. എന്താണ് പറയുക, നമുക്ക് ലൂണേനെ കിട്ടിയോന്ന് പറഞ്ഞൂടെ? നമുക്ക് എന്തോ റിവാർഡ് വന്നു ഗൈസ് മാച്ച് മാസ്റ്ററിൻ്റെ. ഗൈസ് മാനേജർ മൂഡ് റിവാർഡ്. ഗൈസ് സീരിയസ് ഗോളി കീപ്പർ. ഞാൻ പൊളി ടീമായിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇവൻ പൊളി ഗോളിയാണ്, പക്ഷെ എനിക്കൊന്നും നോക്കണ്ട. നമുക്ക് നമ്മളെ പൊളി പ്ലെയർ തന്നെ മതി. വേർ ഈസ് മൈ ഗോൾ കീപ്പർ? എൻ്റെ ഗോളി കീപ്പർ അവിടെ ഏതാണ് പാട്ട്? എനിക്കെന്നെ മനസ്സിലായി. ഡ്യൂഡക്ക് പൊളി ഗോൾ കീപ്പർ. ടീമിൻ്റെ റേറ്റിംഗ് ഇതുവരെ മാറിയിട്ടില്ല, 83 തന്നെ. ഞാൻ എന്ത് ചെയ്ത് ഗൈസ്? അപ്പോൾ ഓക്കെ ബാ ഇനി ലൂണേനെ കിട്ടിയാലും സീരിയസ്ലി എത്ര റിവാർഡാണ്. എനിക്ക് ഈ ഗസ്സിൽ നിന്ന് ഒന്ന് പോവാൻ, എനിക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഒന്നും നോക്കണ്ട, ലൂണേനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല.
ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഞാൻ ടൂർണമെൻറ്റ് കളിക്കാൻ പോവാണ്. ഒരു മാച്ച് ഏതായാലും കളിക്കാം. ഒരു പാക്ക് ഞാൻ ആരെങ്കിലും മേടിക്കും. വീണ്ടും ഉണ്ടോ എൻ്റെ കയ്യിൽ? 0 ഗൈസ്. സാധനം മെയിനാണ് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ റോയൽ എൻഫീൽഡ് FC അങ്ങനെ എന്തോ ഒരു ക്ലബ്ബ് ഗൈസ്. ജസ്റ്റ് ഒന്ന് കളിച്ച് വെക്കാം അവരോട്. നമ്മളെ ഫസ്റ്റ് മാനേജർ മോഡ് മാച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ FIFA 2022 നമ്മൾ മാനേജർ മോഡ് കളിക്കുന്നതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ കളിച്ച് നോക്കി, ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇതിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളിച്ചു, അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ആ ഒരു വീഡിയോയിലാണ് എനിക്ക് മാനേജർ മോഡ് അൺലോക്ക് ആയത് തന്നെ. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ നമ്മൾ അടുത്ത് കളിക്കാനൊക്കെ തുടങ്ങി. ഇന്നാണ് നമ്മൾ ആദ്യമായിട്ടാണ് മാനേജർ മോഡ് കളിച്ചത് തന്നെ. നമ്മൾ ഇന്നത്തെ ഒരു ഡീല് നമ്മൾ പറയുന്നത്, നമ്മൾ ഹാഫ് ടൈം ആകുമ്പം നമ്മൾ നിർത്താൻ പോകണം വീഡിയോ. അതാണ് ഇന്നത്തെ ഒരു ഡീല്. എപ്പോഴും ഞാൻ ഹാഫ് ടൈം മാച്ച് കളിച്ചുകൊണ്ടാണ് വരുത്ത് ചില വീഡിയോയിലൊക്കെ. ഇന്നലത്തെ വീഡിയോയിൽ ഹാഫ് ടൈം മാച്ചാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഹാഫ് ടൈം എൻഡാണ് നടത്താൻ പോകുന്നത്. ഡിഫെൻഡ് പോയിട്ട് ഇവരെന്താ ഈ ജെൻസൺ തന്നെയല്ലേ മാരിയോണിലും ഉണ്ടായിരുന്ന പോലെ ടീമിക്ക്. ഇത് ഭയങ്കര ബന്ധമുള്ള ഗെയിമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. ഞാൻ VSS അറ്റാക്ക് കളിച്ചപ്പോൾ എൻ്റെ കൂടെ നേരത്തെ മാനേജർ മോഡ് കളിക്കാൻ വന്ന ചെക്കനായിരുന്നു. ഞാൻ ഹെഡ് ടു ഹെഡ് കളിച്ചപ്പോൾ ഓനായിരുന്നു. പിന്നെ ഇപ്പം മാനേജർ മോഡ് കളിക്കാൻ വന്നപ്പോൾ ഓൻ തന്നെ. ഓക്കെ, ആദ്യ ഗോൾ റഫീൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഓനക്ക് ചെറിയ താടിയുള്ളൂ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓനക്ക് കുറച്ച് താടിയുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ താടിയുണ്ട്, പക്ഷെ ഇതിൽ കുറച്ച് താടിയുള്ളൂ ഗെയിമിൽ. ലെവൻഡോസ്കി എന്താ ഡിഫൻഡറാണോ? എൻ്റെ പൊന്ന് നോക്കി കളി. മൗറേജസ് അങ്ങനെയൊക്കെ ഗോൾ അടിച്ചു. അവൻ സേവ് ചെയ്താണ് സച്ചിൻ. എന്നിട്ട് എങ്ങനെയൊക്കെയോ കയ്യുമ്പോൾ തട്ടിയിട്ട് അടിക്കി ഓനിക്കതെന്താ അവിടെ നിന്ന് അടിച്ചായി ഗൈസ്. സമയം പോയിട്ടുണ്ട്, നമ്മളെ മാച്ചൊക്കെ എൻഡാവാനായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ. ഓക്കെ, പ്ലീസ് എലക്യാമ്പ്. നമ്മളെന്നാ ഫുള്ള് ഇടണോ? ഇട്ടേക്കാമല്ലേ? ഇടണം. നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഇത് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമോ? ഏതായാലും അടുത്ത മാച്ച് ഹാഫ് ടൈം എൻഡ് വേണോ അതോ ഫുൾ ടൈം എൻഡ് വേണോ നിങ്ങൾ പറയും. ഓക്കെ, നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, എന്നിട്ടാണ് ഞാൻ എൻഡാക്കുള്ളൂ. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്, പേടിക്കണ്ട. ഞാൻ ഇന്നലെ നിങ്ങളെ കുറേ വെറുപ്പിച്ച് സമയം കാണിട്ട്. അതുപോലെ ഞാൻ ഇന്ന് ടീമും കാണിച്ചു തന്നിട്ട് റിവാർഡ് ഞാൻ പോവാണ്. നമ്മളങ്ങനെ ഫോർട്ട് അടിച്ച് പോവാം. 1-0 നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഹാഫ് ടൈം എൻഡ് ഇതിൽ ജയിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് പോവാം കേട്ടോ. ഇതേപോലെ ഫോർട്ട് അടിച്ച് പോകാൻ പറ്റൂല ഓൺലൈൻ മാച്ചിൽ. ഓക്കെ, നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തന്നേക്കാം നമുക്ക്. സോറി, ഞാനവിടെ പോകുന്ന ക്ലബ്. നമ്മളെ ക്ലബിൽ സ്ട്രൈക്കറായിട്ട് ഹോളണ്ട് ഉണ്ട്, റൈറ്റ് വിങ്ങായിട്ട് റൊണാൾഡീനിയോ, ലെഫ്റ്റ് വിങ്ങായിട്ട് ഫോർലാൻ ആൻഡ് CM ആയിട്ട് മുള്ളർ, CM ആയിട്ട് ഫൊഫാന ആൻഡ് നെക്സ്റ്റ് TM ആയിട്ട് മസ്ചെറാനോ ആൻഡ് സെൻറ്റർ ബാക്കായിട്ട് മവാറോപാനോസ്, ഡിസൈലി, ഇസ്റ്റുപെയിൻ ആൻഡ് പെഡ്സ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ആണ്. ഗോൾ കീപ്പറായിട്ട് ഡ്യൂക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് ആയിട്ട് ഐറ്റൻ, അതായിട്ട് വൈഫർ, അതായിട്ട് സിദാൻ, അതായിട്ട് നമ്മളെ സ്വന്തം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്ത സൊട്ടീറിയോ ആണ് അടുത്തത്. ക്യാപ് ഡെൽവിയ ആൻഡ് ഡീപൂൾ, ഗ്രീലിഷ്, ഇത്രയും പേരാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മാനേജർ മൂഡോ ഹെഡ് ടു ഹെഡോ VSS അറ്റാക്കോ കളിക്കണം എന്നുണ്ടെങ്കിൽ
പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മെസ്സേജ് അറ്റാക്കും ഹെഡുകളും കളിച്ച വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഗൈസ്. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് അത് പോയി കണ്ടു നോക്കൂ ഗൈസ്. അപ്പം ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ പറഞ്ഞു നിർത്തിക്കുന്നില്ല. ബൈ ബൈ.